വന്യമൃഗശല്യം അതിരൂക്ഷമായി നിലനിൽക്കുന്ന ഇടുക്കി മൂന്നാർ ഡിവിഷന് കീഴിലെ താൽക്കാലിക വാച്ചർമാരെ പിരിച്ചുവിടാൻ മൂന്നാർ ഡിഎഫ്ഒയുടെ ഉത്തരവ്. RRTയിലും സെന്റർ, നഴ്സറി, ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് എന്നിവിടങ്ങളിലെയും ഒഴിവ് ബാക്കി എല്ലാ താൽക്കാലിക വാച്ചർമാരെയും പിരിച്ചുവിടാനാണ് ഉത്തരവ്. കഴിഞ്ഞ 9-ാം തീയതിയാണ് മൂന്നാർ ഡിവിഷന് കീഴിലുള്ള അടിമാലി, നേര്യമംഗലം, ദേവികുളം, മൂന്നാർ ഫോറസ്റ്റ് റേഞ്ചുകൾക്ക് കീഴിലായി കാലങ്ങളായി ജോലി നോക്കി വരുന്ന താൽക്കാലിക വനംവകുപ്പ് വാച്ചർമാരെ മാർച്ച് 31-ന് ശേഷം പിരിച്ചുവിട്ടുകൊണ്ടുള്ള മൂന്നാർ ഡിഎഫ്ഒയുടെ ഉത്തരവിറങ്ങിയത്. വനസംരക്ഷണം, മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണം, വനവിഭവ ശേഖരണം, വനവികസനം തുടങ്ങിയ ബഡ്ജറ്റ് ഹെഡുകൾക്ക് കീഴിൽ ജോലി നോക്കുന്ന താൽക്കാലിക വാച്ചർമാരുടെ ജോലിയാണ് നഷ്ടമാവുക. ഈ ബഡ്ജറ്റ് ഹെഡുകൾ വഴി വരുന്ന പണമാണ് താൽക്കാലിക വാച്ചർമാർക്ക് ശമ്പളമായി നൽകിയിരുന്നത്. 925 രൂപ ദിവസവേതനം പറയുന്നുണ്ടെങ്കിലും പ്രതിമാസം ഇവർക്ക് ലഭിക്കുന്നത് 15,000 രൂപ വരെ മാത്രമാണ്. 30 ദിവസം പൂർണ്ണമായി ജോലി ചെയ്താലും പകുതി ശമ്പളം മാത്രമാണ് താൽക്കാലിക വാച്ചർമാർക്ക് ലഭിക്കുന്നത്. ഇതും മാസങ്ങളായി കുടിശ്ശിക നിലനിൽക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് താൽക്കാലിക വാച്ചർമാരുടെ പിരിച്ചുവിടലും. മാത്രവുമല്ല, മനുഷ്യ വന്യജീവി സംഘർഷം ഏറ്റവും രൂക്ഷമായി തുടരുന്ന ചിന്നക്കനാൽ, ശാന്തൻപാറ, ദേവികുളം അടക്കമുള്ള പ്രദേശങ്ങളിൽ വാച്ചർമാരില്ലാതാകുന്നതോടെ വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരും. വനസംരക്ഷണവും വന്യജീവി പ്രതിരോധവും നിലയ്ക്കുന്ന അവസ്ഥയിലേക്കെത്തും. വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഇടപെടണമെന്ന ആവശ്യമാണ് വാച്ചർമാരും ഒപ്പം വന്യജീവി ശല്യം രൂക്ഷമായ പ്രദേശത്തെ നാട്ടുകാരും മുന്നോട്ട് വയ്ക്കുന്നത്. റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.